മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. മത്തായി സുവിശേഷം 13-ാം അധ്യായം. അഞ്ച് ആറ് വാക്യങ്ങൾ ആദ്യമേ വായിക്കാം. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്തു വീണു. മണ്ണിന് കാഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി. വേറില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. അതിന്റെ അർത്ഥം 20-21 വാക്യങ്ങളിൽ നിന്ന് വായിക്കാം. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. എങ്കിലും വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണികനത്രേ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വചനത്തിനായിട്ട് സ്തോത്രം. അനേക വർഷങ്ങളായി അനേക ലക്ഷം മനുഷ്യർ വായിച്ച് അനുഗ്രഹം പ്രാപിച്ച ഈ വചനം ഇന്ന് ഞങ്ങൾക്ക് വായിക്കുവാൻ ഭാഗ്യം തന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രി പല സ്ഥലങ്ങളിൽ നിന്ന് അവിടുത്തെ മക്കൾ വലിയ പ്രതീക്ഷയോടെ ഇവിടെ വന്നുകൂടിയിരിക്കുകയാണ്. തിരുവചനം പേരിനേക്കാൾ മധുരമുള്ള, പൊന്നിനേക്കാൾ വിലയേറിയതാണ്. അത് ഉള്ള വലിപ്പത്തിൽ ഉള്ള രുചിയോടെ ഞങ്ങൾക്ക് ലഭ്യമാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ കരങ്ങളുയർത്തി സ്തോത്രം. മത്തായി 13:5 വിതയ്ക്കുമ്പോൾ ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി. വേരില്ലാത്തതിനാൽ അത് ഉണങ്ങി. അർത്ഥം 20-ാം വാക്യം. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. എങ്കിലും വേരില്ലാത്തതിനാൽ അവൻ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറി. വിതയ്ക്കുന്നവന്റെ ഉപമയിലെ രണ്ടാമത്തെ ഗ്രൂപ്പായ പാറസ്ഥലത്ത് വീണ വിത്തിന്റെ ആത്മീയ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം. രണ്ട് സാധ്യതകൾ നമുക്ക് എടുക്കാം. ഒന്ന്, ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. എങ്കിലും വേരില്ലാത്തതിനാൽ ക്ഷണികനത്രേ. വേരില്ലാത്ത അവസ്ഥ വിശ്വാസികൾക്ക് ഉണ്ടാകാം. സാധ്യതയൊന്ന്. രണ്ടാമത്തെ സാധ്യത, വചനം നിമിത്തം അഥവാ വിശ്വാസം നിമിത്തം അഥവാ യേശുക്രിസ്തു നിമിത്തം ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ട് സാധ്യതകൾ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഒന്ന്, വേരില്ലാതെ ഇരിക്കുന്ന അനുഭവം ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാകാം. തിരിച്ചു പറഞ്ഞാൽ ക്രിസ്തു വിശ്വാസിക്ക് വേരുണ്ടാവണം. ഇല്ല എങ്കിൽ രണ്ടാമത്തെ പ്രശ്നം, അതാ രണ്ടാമത്തെ സാധ്യതയായ ഉപദ്രവം വരുമ്പോൾ ഉണങ്ങി പോകും. എന്താണ് വേര്? വേരെന്താണെന്ന് ചോദിച്ചാൽ വേര് വിശ്വാസിയുടെ രഹസ്യ ജീവിതം. ഒരു വൃക്ഷത്തിന് രണ്ട് ഭാഗങ്ങളാണ്. ഒന്നാമത്തെ ഭാഗം പുറമേ കാണുന്ന ഭാഗം, രണ്ടാമത്തെ ഭാഗം മണ്ണിനടിയിലേക്ക് പോകുന്ന ഭാഗം.
മണ്ണിനടിയിലേക്ക് പോകുന്നത് ആർക്കും വേണ്ട. ഒരു മരം വിൽക്കുമ്പോൾ മണ്ണിന് മുകളിൽ നിന്നാണ് മുറിച്ചുകൊണ്ട് പോകണം. ഒരു മരത്തെ കാണുമ്പോൾ മണ്ണിന് മുകളിലുള്ളതാ കാണുന്നത്. ഒരു മരത്തിന്റെ ഫോട്ടോ എടുത്താൽ പുറമേ ഉള്ളതായി എടുക്കുന്നത്. ഒരു മരത്തെ വിലയിരുത്തുന്നത് അതിന്റെ പുറം നോക്കിയിട്ടാണ്. വേര് നോക്കാൻ പറ്റില്ല. വേര് കാണുക എന്ന് പറയുന്നത് അസാധ്യമാണ്. വേര് അദൃശ്യമാണ്. വേര് ഭംഗിയില്ലാത്തതാണ്. വേര് ആരും ശ്രദ്ധിക്കാത്തതാണ്. വേരിന് ബഹുമാനമില്ല, ബഹുമാനം കിട്ടാത്തതാണ്. എന്നാൽ ഈ വൃക്ഷത്തിന്റെ സകല ഭംഗിക്കും കാരണം ഈ വേരാണ്. ഈ വൃക്ഷത്തിന്റെ വിലയ്ക്ക് കാരണം ഈ വേരാണ്. ഇതിനെ താങ്ങി നിർത്തുന്നത് വേരാണ്. ഇതിനെ ചുമക്കുന്നത് വേരാണ്. ഇതിന് ഫുഡ് കൊടുക്കുന്നത് വേരാണ്. ഇതിന് വെള്ളം കൊടുക്കുന്നത് വേരാണ്. ഇതിന് ആരോഗ്യം കൊടുക്കുന്നത് വേരാണ്. ഇതിനെ വളർത്തുന്നത് വേരാണ്. എല്ലാം വേരായിരിക്കും. പക്ഷെ വേരിനെ ആരും അറിയില്ല. വേരിനോട് പ്രസക്തി. വേരിന്റെ പ്രസക്തി അറിയുന്നത് വേര് പോകുമ്പോഴാണ്. വേരില്ലാതെ വരുമ്പോഴാണ് വേരിന്റെ വിലയാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ വേര് എന്ത് എന്ന് നാം കണ്ടെത്തണം. ക്രിസ്തീയ ജീവിതത്തിന്റെ വേരിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയണം. മതം അഥവാ റിലിജിയൻ പുറമേയുള്ള കാര്യങ്ങൾക്ക് ആ പ്രസക്തി കൊടുക്കും. പുറമേയുള്ള കാര്യങ്ങൾക്കാണ് മതങ്ങൾ പ്രസക്തി കൊടുക്കുന്നത്. എല്ലാം പുറമേയുള്ളൊരു ഒരു ആക്ഷൻ. ആഴ്ചയിലൊരിക്കലോ ആണ്ടിലൊരിക്കലോ പള്ളിയിലോ ക്ഷേത്രത്തിലോ വരുമ്പോൾ കാട്ടിക്കൂട്ടുന്ന ഒരു തരം പെർഫോമൻസ് ആണ് ഭക്തി. ഞായറാഴ്ച ഇടാനുള്ള ഉടുപ്പുണ്ട്, അതിനകത്ത് ആ ഭക്തി. പള്ളിയിലേക്ക് വരുമ്പോഴുള്ള ഭക്തി, ബൈബിള് കാണുമ്പോഴുള്ള ഭക്തി, കുരിശുതൊട്ടി കാണുമ്പോഴുള്ള ഭക്തി, ഇങ്ങനെ പുറമേയുള്ള കാര്യങ്ങളിൽ ഫിറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് മതങ്ങളിലെ ഭക്തി. എന്നാൽ അതിനപ്പുറത്ത് മനസ്സിൽ, ഹൃദയത്തിൽ, ചിന്തയിൽ ഭക്തിയുടെ വേരുകൾ ഉള്ളവർ മാത്രമേ നിലനിൽക്കൂ. ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കും, ദൈവമോ ഹൃദയത്തിൽ നോക്കും. കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24, 25, 26, 27 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24, 25, 26, 27 വാക്യങ്ങൾ വായിക്കും. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ഒരു വീട് വീണു, മറ്റേ വീട് വീണില്ല. രണ്ടു വീടും ഒരേ കാലഘട്ടത്തിൽ പണിതതാണ്. രണ്ടു വീടിനും ഒരേ പ്രതികൂലം അടിച്ച, ഒരേ മഴ, ഒരേ വെള്ളം, ഒരേ ഓളം, ഒരേ കാറ്റ്.
എന്നാൽ ഒരു വീട് തകർന്നുപോയി, മറ്റേ വീട് നിലനിൽക്കും. ഈ വീടിന്റെ ടൈൽസ് തറയിൽ എന്താ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പറയാൻ എന്താന്ന് ചോദിച്ചാൽ അത് പ്രസക്തമല്ലാത്ത, എത്ര വില കൂടിയ ടൈലായിട്ടെങ്കിലും ഫൗണ്ടേഷൻ നല്ലതല്ല, പ്രയോജനമില്ല. ആ വീടിന്റെ ഡോറ് എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ല. ആ വീടിന്റെ ബെഡ്റൂമിന്റെ ഡെക്കറേഷൻ പറഞ്ഞിട്ടില്ല. രണ്ട് വീടിന്റെയും ബാഹ്യമായ കാര്യങ്ങളെ കുറിച്ച് വിജയതമ്പുരാൻ മിണ്ടിട്ടില്ല. ഈ വീടിന്റെ പെയിന്റ് എന്താ അറിഞ്ഞില്ല. ഈ വീടിന്റെ ഗേറ്റ് എങ്ങനെയാ അത് പറയും. ഈ വീടിന്റെ ജനലുകളോ വിൻഡോസൊക്കെയോ അതും പറഞ്ഞിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊന്നും ദൈവം മിണ്ടുന്നു. കർത്താവ് പറയാണ്, ഈ വീടിന്റെ ഫൗണ്ടേഷനിലാണ് പ്രശ്നം. ഇത് നിൽക്കാൻ കാരണം ഫൗണ്ടേഷൻ, വീഴാൻ കാരണം ഫൗണ്ടേഷൻ. വൃക്ഷത്തിന്റെ വേര് പോലെയാ കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ. കെട്ടിടത്തിന്റെ ഫൗണ്ടേഷനും ആർക്കും കാണാൻ പറ്റില്ല. വൃക്ഷത്തിന്റെ വേരും ആർക്കും കാണാൻ പറ്റില്ല. രണ്ടുപേരും കൂടെ വീട് പണി ആരംഭിച്ചു. കർത്താവ് പറയുക, എന്റെ വചനങ്ങളെ കേൾക്കുന്നവരല്ല, കേട്ട് ചെയ്യുന്നവർ. വചനം കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്, വചനം കേൾക്കാത്ത ഒരുപാട് പേര്. അപ്പൊ മനുഷ്യരെ രണ്ടായിട്ട് തിരിക്കാം, ദൈവവചനം കേൾക്കുന്നവർ, ദൈവവചനം കേൾക്കാത്തവർ. ഇനി ദൈവവചനം കേൾക്കുന്നവരെ രണ്ടായിട്ട് തിരിക്കാം, കേട്ട് ചെയ്യുന്നവർ, കേട്ട് കളയുന്നത്. കേട്ട ചിന്തനെ പറഞ്ഞ പോലെ നല്ലതാട്ടോ എന്നുവെച്ചാൽ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുത്തില്ല. ഇത് പ്രായോഗിക ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യും. അവിടെ പ്രയോജനമുള്ളൂ, അല്ലെങ്കിൽ ആത്മായ പ്രയോജനമൊന്നുമില്ല. സോ വചനം കേട്ട് ചെയ്യുന്നവൻ അവൻ പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാണ്. വചനം കേട്ട് ചെയ്യാത്തവൻ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞ വാക്കല്ലേ, ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. നമുക്കൊന്ന് വായിക്കാം. ഒരു അല്പം കൂടുതൽ വാക്യങ്ങൾ വായിപ്പിക്കാൻ പോവുകയാണ്. 7:15 മുതൽ വായിക്കുകയാണ്. നിർത്തി വായിച്ചു ആരെങ്കിലും ഒരാള്. എല്ലാവരും ബൈബിൾ കൊണ്ടുവന്നവരൊക്കെ ഒന്ന് നോക്കി ധൃതി പിടിച്ചൊന്ന് പോകാനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സിലേക്ക് ഒന്ന് കയറുക. വായിച്ചു. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും എരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുവാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും എന്ന് തീർത്തു പറയും. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു. അതിന്റെ വീഴ്ച വലിയതായിരുന്നു. കർത്താവായ യേശുവിന്റെ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണം, മലയിൽ വെച്ചുള്ള പ്രസംഗം അവസാനിപ്പിക്കുന്ന ഭാഗമായി. പ്രസംഗം ആരംഭിക്കുന്ന 5:1. അവൻ പുരുഷാരത്തെ കണ്ടാവൻ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്ക് വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതാണ്. 8:1. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്ന അവൻ
5, 6, 7 അധ്യായം മലയിൽ ഇരുന്നുകൊണ്ടുള്ള ക്ലാസ്. ലോകപ്രസിദ്ധമായ ഒരു ക്ലാസ്സാണ്. ഇതിന്റെ പേര് ഗിരിപ്രഭാഷണം. ഇതിന്റെ സമാപനമാണ് നമ്മളിപ്പോ നോക്കുന്നത്. അതിന്റെ സമാപനത്തിൽ വരുന്നത് ഇതാ വേരിന്റെ കാര്യം പറയും. ഫൗണ്ടേഷൻ അടിസ്ഥാനമുള്ള കെട്ടിടം, വേരുള്ള വൃക്ഷം, പുറമേയുള്ള പ്രകടനവും അകത്തുള്ള ജീവിതം. ഇത് പഠിപ്പിക്കാൻ പോലും ആളുകളില്ല. കാരണം പുറമേ ഉള്ളത് ആ വലിയ കാര്യമായിട്ട് പറഞ്ഞു നടക്കുന്നത്. പിന്നെ ഇങ്ങനെ ഇത് പഠിപ്പിക്കും. നമ്മൾ ഒരാളെ ഭക്തനാണോ അഭക്തനാണോ തീരുമാനിക്കുന്നത് അവന്റെ വേഷമൊക്കെ നോക്കിയിട്ടേ, ഹൃദയം നോക്കിയിട്ടല്ലോ. അപ്പൊ ഈ വേഷത്തിനും കാര്യങ്ങൾക്കും പ്രാധാന്യത ഉണ്ടോ? ഉണ്ട്. പക്ഷെ അതല്ലോ ഒന്നാമത്തെ ഘടകം. നോക്കൂ, കർത്താവ് പറഞ്ഞു വരുന്നത് 15-ാം വാക്യം, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളു. അപ്പൊ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളു എന്ന് കർത്താവ് തന്നെ പറഞ്ഞതിന്റെ അർത്ഥം നല്ല പ്രവാചകന്മാരുണ്ടെന്ന്. നാട്ടിലെ ഒരു ഉദാഹരണം ഞാൻ പറയാം. 25 രൂപയുടെ കള്ളനോട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കാരണം 25-ന്റെ നല്ല നോട്ടില്ലാത്തതുകൊണ്ട്. നല്ല പ്രവാചകൻ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് കള്ളപ്രവാചകന്മാർ ഇറങ്ങുന്നത്. കാരണം എന്നാ, മാർക്കറ്റുള്ള സാധനം 500 1000-ന്റെ നോട്ടാണ് കള്ളന്മാർ അധികം ഇറക്കുന്നത്. കാരണം 10 രൂപയൊക്കെ ഇറക്കിയ എത്ര എണ്ണ ഇറക്കേണ്ടി വരും. അപ്പൊ പ്രവാചകന്മാർ എല്ലാ കാലത്തും ഉണ്ട്. പെട്ടെന്ന് മാർക്കറ്റ് പിടിക്കുകയും ചെയ്യും. അതിന്റെ കാരണം നല്ല പ്രവാചകന്മാർ ബൈബിളിലുണ്ട്. അത് ബിബ്ലിക്കലാണ്, അത് ദൈവം വെച്ചതാണ്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളു. അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് പുറമെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അവർക്ക് ഒരു ആഴമുള്ള ജീവിതമില്ല, രഹസ്യ ജീവിതമില്ല. ഈ പുറമേ ഉള്ളൂ. സൂക്ഷിച്ചുകൊള്ളു. അവരാടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു തീർന്ന ചെന്നായ്ക്കളാകും. കർത്താവ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് പറയാം, കേരളത്തിൽ കഴിഞ്ഞ ഇടയിൽ ഒരാളെ പിടിച്ചു, പാസ്റ്റർ പിടിക്കും. ചാനലിനകത്ത് വരിക, ചാനലുകാർ കാണിക്കുക. എന്റെ പോലെ നമുക്ക് എന്തോരം പ്രയാസം ഉണ്ടാവും. ഞാൻ എനിക്കിത് ശ്രദ്ധിച്ചു നോക്കി. എന്നാ ഇംഗ്ലീഷിലോട്ട് ആളെ കൊണ്ടുപോകും പുള്ളിയുടെ ജോലി. അപ്പൊ ചാനലുകാർ ചോദിക്കും. പുള്ളി പറയുന്നത്, ഞങ്ങളുടെ സഭകളുണ്ടവിടെ, ആ സഭകളുടേതായ കമ്പനികളിൽ ജോലിക്കാണ് ഞങ്ങൾ കൊണ്ടുപോകണം. 1,00,000 രൂപ തന്നേറ്റാൽ മതി, ടിക്കറ്റ് എല്ലാം ഉണ്ടെന്നാണ്. അങ്ങനെ 100 പേരോട് മേടിച്ചപ്പോ പുള്ളിക്ക് എത്രയായി? എന്നിട്ട് ആളുകൾ ഞാൻ ചോദിക്കുന്നുണ്ട്, സാറേ പോകാൻ പറ്റുമോ? അത് ഞാനെങ്ങനെയാണ് നിങ്ങൾ പോയി പ്രാർത്ഥിക്കും. ഓ, ഇതോടെ കേട്ടാ ഭക്തനാണല്ലേ തോന്നുന്നു. ഇപ്പൊ പുള്ളിയെ കാണാനില്ല. പുള്ളിയുടെ വീടിന്റെ കാറിലിരിക്കുക 100 പേര്. പുള്ളിക്ക് അതുപോലെ 100 പുള്ളി മേടിക്കാനുള്ള കാശ് കിട്ടി. പുള്ളി പോയി കണ്ടോ. അപ്പൊ ഇതിനെ കുറിച്ച് പേടിക്കണ്ട. ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതാ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുകയും. അതിന്റെ അർത്ഥം നല്ല നാണയം ഉണ്ട് എന്നതിന്റെ തെളിവാണ്. നല്ല നാണയം ഇല്ലെങ്കിൽ കള്ള നാണയം വരത്തില്ല. ഇത് ചെലവാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അനുഗ്രഹീതരായ ദൈവവേലക്കാർ ജനത്തിന് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കള്ള നാണയം പെട്ടെന്ന് ചെലവാകുന്നത്. സ്തോത്രം. അതിന്റെ പ്രത്യേകത നോക്കുക. ആടുകളുടെ വേഷം കൊണ്ട് അടുക്കൽ വരുന്നു. കേട്ടോ, പുറമേ ഉള്ളത് അകമയോ കടിച്ചു കീറുന്ന ചെന്നായാകുന്നു. ആടിന് ചെന്നായാകാൻ പറ്റുമോ? അതാണ് ഇവിടെ കാണിച്ചത്. ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ, പണത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ സ്വഭാവം. ആടിന് ഒരിക്കലും ചെന്നായാകാൻ പറ്റില്ല. എന്നാൽ ആടിന്റെ വേഷം കെട്ടിയതിന് ചെന്നായാകാൻ പറ്റില്ല. അടുത്തതായിട്ട് 16-ാം വാക്യം നോക്കൂ. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാവുമ്പോ നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കാൻ കഴിയുകയില്ല.
നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. വാ കൊണ്ട് പറയുന്നതല്ല, ദൈവത്തിന്റെ ഇഷ്ടം ജീവിതത്തിൽ ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് കർത്താവ് പറയാം. അപ്പൊ വാ കൊണ്ട് പറയുന്നതല്ല പ്രധാന കാര്യം കേട്ടോ, ആ പുറമേ ഉള്ളതും ആകമേ ഉള്ളതും. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്യില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും എന്ന് തീർത്തു പറയും. പുറമേ കാട്ടിക്കൂട്ടിയ പല ആത്മീയ വേല ചെയ്തവരെ പോലും കർത്താവ് തള്ളിക്കളയുമെന്ന് അവർ എഴുതിയിരിക്കുന്നു. ഇത് ഞെട്ടലോടെ വായിക്കേണ്ട വാക്യങ്ങളാണ്. സ്തോത്രം. അപ്പൊ അങ്ങനെ പ്രവചിക്കാമോ? പ്രവചിക്കാം. അങ്ങനെ വീര്യപ്രവൃത്തി ചെയ്യാമോ? ചെയ്യാം. അങ്ങനെ ഭൂതങ്ങളെ പുറത്താക്കാമോ? പറ്റും എന്നല്ലേ കർത്താവ് പറഞ്ഞത്. ഇതെല്ലാം സത്യങ്ങളാണ് കേട്ടോ. ഇത്രയും പറഞ്ഞു തന്നിട്ട് ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. കർത്താവിന്റെ വചനങ്ങൾക്ക് ജീവിതത്തിൽ സ്ഥാനമുണ്ടാക്കണം, അഥവാ വചനം ജീവിതത്തിൽ പ്രായോഗികമാക്കണം. അതാണ് പാറമേൽ വീട് പണിത മനുഷ്യൻ. അത് ചെലവുള്ളതാണ്. ഇതൊന്നും ജീവിതത്തിൽ പ്രായോഗികമാക്കാതെ വാഗൊണ്ടുള്ള അഭ്യാസമാണ് മണലിന്മേൽ വീട് പണിത മനുഷ്യൻ. പാറമേൽ വീട് പണിതവനോട് ചോദിച്ചേ, നിങ്ങളെന്താ ഇത്ര സ്ലോ ആയത്? നിന്റെ കൂട്ടുകാരന്റെ വീട് നിന്റെ ഒപ്പം തുടങ്ങിയത് തീർന്നല്ലോ. അവന്റെ വീടിന്റെ ഗൃഹപ്രവേശനം കഴിഞ്ഞല്ലോ, നീ ഇപ്പോഴും തറയിൽ നിൽക്കുകയാണല്ലോ. അവനതിന് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഞാൻ സ്പീഡിൽ വിശ്വസിക്കുന്നില്ല, എനിക്ക് പതുക്കെ വന്നാൽ മതി, ഞാൻ ബലത്തിലാണ് വിശ്വസിക്കുന്നത്. മറ്റവൻ വേഗത്തിൽ കാര്യം നടത്തുന്നതിലേക്കാണ് അവന്റെ ഓട്ടം. ഇതുതന്നെയാണ് നമ്മൾ ഇന്ന് വായിച്ച വിത്തിന്റെ കാര്യവും. മത്തായി 13 5 വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, ക്ഷണത്തിൽ മുളച്ചു വന്നു, ക്ഷണത്തിൽ ഉണങ്ങി. പെട്ടെന്നുള്ള വളർച്ച, പെട്ടെന്നുള്ള ഉണർവ് നിലനിൽക്കത്തില്ല. സ്ഥായിയായതെല്ലാം പതുക്കെ വരികയും. ദൈവത്തിന് മാത്രം സ്പീഡ് കൂടിയിട്ടില്ല, ബാക്കി എല്ലാത്തിനും സ്പീഡ് കൂടി. ഇന്ന് മനുഷ്യർ ഏറ്റവും സ്പീഡിൽ ഓടുകയാണ്. അവന്റെ എല്ലാ കാര്യവും വളരെ സ്പീഡിലായി വർക്ക് ചെയ്യുന്നത്. ഏത് കൊച്ചു കാര്യം എടുത്ത് നോക്കിയാൽ അറിയാം, മനുഷ്യൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ അവന്റെ സ്പീഡ് ഒരുപാട് കൂട്ടി. 1 മാസം കൊണ്ട് യാത്ര ചെയ്യുന്നിടത്ത് 1 മണിക്കൂർ കൊണ്ട് അവൻ ഇപ്പോൾ എത്തും. 3 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി അവൻ 3 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ തീർക്കും. ഒരു കത്ത് ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലെത്താൻ 1 മാസം എടുക്കുമായിരുന്നു. ഇന്ന് ഒരു കത്ത് അല്ലെങ്കിൽ കുറെ മാറ്റം ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലെത്താൻ 1 മിനിറ്റ് വേണം, 1 സെക്കൻഡ് കൊണ്ട് എത്തിക്കാം. അത്രയ്ക്ക് അവൻ കാര്യങ്ങൾ സ്പീഡിലാക്കി. പക്ഷെ ദൈവിക കാര്യങ്ങളൊന്നും സ്പീഡിൽ നടക്കുന്നില്ല. കാനായിലെ കല്യാണ വീട്ടിൽ കർത്താവ് പറഞ്ഞ വാചകം ഇന്നും നിലനിൽക്കുക, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. കർത്താവിന്റെ സമയത്തെ ദൈവിക കാര്യങ്ങൾ നടക്കും. ഇതാ ഒരുത്തൻ ആഴെ കുഴിച്ച് പാറമേ അടിസ്ഥാനമിട്ട് പണിയാൻ വേണ്ടി താഴോട്ട് പോവുകയാണ്. അവൻ പതുക്കെ പതുക്കെ പണിതു. അവന് സമയനഷ്ടം, ധനനഷ്ടം എല്ലാം അവനുണ്ട്. എങ്കിലും അവൻ ശാന്തതയോടെ നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള സമയത്ത് പ്രലോഭനങ്ങൾ ഉണ്ടാവും. മറ്റുള്ളവരെല്ലാം സ്പീഡിൽ പോകുന്ന കാണുമ്പോൾ ഏത് മനുഷ്യനും അറിയാതെ സ്പീഡിലേക്ക് ഒന്ന് നോക്കിപ്പോകും.
അവനാന്റെ ആ മനസ്സിലെ ആ ബോധ്യങ്ങളൊക്കെ ചിലപ്പോൾ മറന്നു. കാരണം എല്ലാവരും പോകില്ല. എങ്കിലും അവൻ പതുക്കെ, മറ്റവൻ വേഗത്തിൽ തീർന്നു. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ രണ്ട് വീട് ഒരുപോലെ ഇരിക്കുന്നു. ഇതിന് ഇത്ര വലിയ ഫൗണ്ടേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരറിയാനാണ്? ഈ വിലയുള്ള ജീവിതം, ക്വാളിറ്റിയുള്ള ജീവിതം, പ്രമാണമുള്ള ജീവിതം, മൂല്യബോധമുള്ള ജീവിതം, സത്യസന്ധമായ ജീവിതം നയിച്ച് ഇങ്ങനെ നിന്നാൽ അല്ലാത്ത ആള് ഈ ആളും തമ്മിലുള്ള വ്യത്യാസമില്ല. പ്രത്യേകിച്ച് എന്നാ എല്ലാം ഒരുപോലെയല്ലേ. പൈസ ഉണ്ടെങ്കിൽ പിന്നെ വിഷയം തീർന്നല്ലോ. അതിനുള്ള എന്ത് വേണം? ആളെ കണ്ട എന്താ വ്യത്യാസം? എന്താ? നീ വിശുദ്ധൻ, അവൻ അശുദ്ധൻ, എന്നെ പ്രത്യേകത എന്താ? ഒന്നുമില്ല. അവനും മക്കളുണ്ട്, ഇവരും മക്കളുണ്ട്. അവന് വണ്ടിയുണ്ട്, ഇവരും വണ്ടിയുണ്ട്. അവന് ജോലിയുണ്ട്, ഇവരും ജോലിയുണ്ട്. അവന് വീടുണ്ട്, ഇവരും വീടുണ്ട്. പിന്നെ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. ചിലപ്പോൾ സൗകര്യം കൂടുതൽ മറ്റവനായിരിക്കും. എന്നാൽ കർത്താവ് പറഞ്ഞു കാലാവസ്ഥയ്ക്ക് മാറ്റം വരും. അവിടെയാണ് പ്രശ്നം. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. കാലാവസ്ഥ എന്നും ഒരുപോലെ നിൽക്കുകയില്ല. ഇതാണ് കർത്താവിനെ പറയാനുള്ളത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. രണ്ട് വീടിനിട്ടും ഒരുപോലെ വന്നടിച്ചു. രണ്ട് വീടിനിട്ട് ഒരുപോലെ അടിച്ചു. ഒരു വീട് തകർന്ന വെള്ളത്തിൽ ഒലിച്ചു. മറ്റേത് തിരമാല വന്ന് അടിച്ചിട്ട് തിരമാല തിരിച്ചുപോയി. ഒരു ഭക്തൻ എഴുതിയിരിക്കുന്നത്, തിരമാലയ്ക്ക് കാലില്ല, നിനക്ക് കാലുണ്ട്. തിരമാല വന്നിട്ട് പോകും, നീ നിൽക്കും. കടൽ തീരത്തോട് നടന്നു പോകുന്നതാണ് പഠിച്ചിരിക്കേണ്ട ഒരു പാഠമാണ്. ചിലപ്പോൾ തിരമാല കയറി ഒരു തലയുടെ മോടി വരെ വരും, ഒരു കുഴപ്പമില്ല, ഇറങ്ങിപ്പോകും. ഒരു കുഴപ്പമില്ല, ഇറങ്ങിപ്പോകും, നിന്നാ മതി. പക്ഷെ വെള്ളം വരുന്നുണ്ട്, ഓടിയാൽ വെള്ളം എടുത്തുകൊണ്ടു. തിരമാലയ്ക്ക് കാലില്ല. ഇത് വന്ന് കിട്ടിടത്താൽ ഇടിച്ച് തിരിച്ചു. മറ്റേതിൽ ഒന്നടിച്ചു, രണ്ടാമത്തെ ഇടിക്കത് കലങ്ങി തറകളെയും. ക്രിസ്തീയ ജീവിതം പ്രതികൂലങ്ങളെ അതിജീവിക്കുന്ന മാർഗം. പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി. നല്ലൊരു വിശ്വാസത്തിൻ സ്വർലോക പാതയിൽ, നല്ലൊരു വിശ്വാസത്തിൻ സ്വർലോക പാതയിൽ കല്ലോലമേടുകൾ ഒതുങ്ങി നിന്നിടും, കല്ലോലമേടുകൾ ഒതുങ്ങി നിന്നിടും. യോർദാൻ നദീ തീരം കവിയുമ്പോൾ മനമേ, ഓളങ്ങൾ കണ്ടു നീ കലങ്ങണ്ട കല്ലുമേ. യോർദാൻ നദീ തീരം കവിയുമ്പോൾ മനമേ, ഓളങ്ങൾ കണ്ടു നീ കലങ്ങണ്ട കല്ലുമേ. വെള്ളം പെരുകിയാ ഉള്ളം പതറേണ്ട, വെള്ളം പെരുകിയാ ഉള്ളം പതറേണ്ട. വല്ലവനേശുവിനരികിലുണ്ടല്ലോ, വല്ലവനേശുവിനരികിലുണ്ടല്ലോ. യോർദാൻ നദീ തീരം കവിയുമ്പോൾ മനമേ, ഓളങ്ങൾ കണ്ടു നീ കലങ്ങണ്ട കല്ലുമേ. യോർദാൻ നദീ തീരം കവിയുമ്പോൾ മനമേ, ഓളങ്ങൾ കണ്ടു നീ കലങ്ങണ്ട കല്ലുമേ. അതെ, തിരമാലകൾ ഇല്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല. പ്രതികൂലം ഇല്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല. നിന്ദകളില്ലാത്ത, പരിഹാസമില്ലാത്ത, എതിർപ്പുകളില്ലാത്ത, വേദനയില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം ഒരു നാളും പ്രതീക്ഷിക്കാം. എന്നാൽ അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് വിശ്വാസികൾക്ക് ദൈവം നൽകും. ഈ തിരമാലയെല്ലാം അടിച്ചിട്ടും ഈ കെട്ടിടം വീണില്ല. ഇപ്പോൾ മനസ്സിലായി ഫൗണ്ടേഷൻ ഉള്ളതും ഫൗണ്ടേഷൻ ഇല്ലാത്തതുമായിട്ടുള്ള വ്യത്യാസം. ഇതാണ് ഉപമയിലെ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റായ പാറ സ്ഥലത്ത് വീണ വിത്ത്. അതിനെ വേരില്ലാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോയി.
വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. അഞ്ചു വാക്യം ഒന്നുകൂടെ വായിച്ചേട്ടെ. 5-6 വാക്യം. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോഴാണ് ഈ വിത്ത് അഥവാ ഈ ചെടി ഉണങ്ങിപ്പോയത്. അപ്പോൾ ഈ ഒരു ചെടിയോട് ഒരു അനുഭവ സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ അത് പറയാൻ പോകുന്നത് ഈ സൂര്യൻ ഉദിച്ച അന്നാണ് എന്റെ കഷ്ടത ആരംഭിച്ചത്. അതുകൊണ്ട് സൂര്യൻ ഉദിക്കാതിരിക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് 4ാമത്തെ വിത്തിനോട് ചോദിക്കണം. നല്ല നിലത്ത് വീണ വിത്തിനോട് താങ്കളുടെ അഭിപ്രായം എന്താ? സൂര്യൻ ഉദിച്ചത് കൊണ്ടാണോ ഉണങ്ങുന്നത് എന്ന് 4ാമത്തെ വിത്തിനോട് ചോദിച്ചാൽ അത് പറയും, സൂര്യൻ ഉദിച്ചത് കൊണ്ടാണ് ഞാൻ വളർന്നു, സൂര്യൻ ഉദിച്ചത് കൊണ്ടാണ് ഞാൻ ഫലം കായ്ച്ചത്, സൂര്യൻ ഉദിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും എഫക്റ്റീവായത്. 2 പേർക്ക് ഒരേ അനുഭവം, 2 പാഠം. ഒരേ സൂര്യൻ, ഒരേ ചൂട്. ഒരു സസ്യം പറയുന്നു ഇതെന്നെ ഉണക്കാൻ വന്നതാണ്, വേറൊരു സസ്യം പറയുന്നു ഇതെന്നെ വളർത്താൻ വന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒരു ഭക്തനെ ഒടുക്കിക്കളയാൻ വരുന്നതല്ല, വളർത്താൻ വരുന്നതല്ല. അതവനെ നശിപ്പിക്കാൻ വരുന്നതല്ല, അതവനെ ഉണർത്താൻ വരുന്നതല്ല. അതവന്റെ ജീവിതത്തിന്റെ നന്മയാണ്. പ്രതികൂലങ്ങളിലൂടെ വന്നവര് മാത്രമേ എഫക്റ്റീവായിട്ടുള്ളൂ. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെളിപ്പാക്കും. അപ്പൊ ദൈവം നമ്മെ ദുർഘട കാലാവസ്ഥയിലൂടെ, പ്രതികൂല കാലാവസ്ഥയിലൂടെ നടത്തുന്നത് നാം അധികം ഫലത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. സൂര്യപ്രകാശം ഇല്ലാതെ ഒരു സസ്യവും ഫലവത്താകത്തില്ല. അപ്പൊ ഫലം കായ്ക്കാൻ വേണ്ടിയ സൂര്യനെ കൊടുത്തിരിക്കും. അപ്പൊ പ്രതികൂലങ്ങളില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് ആരെങ്കിലും പ്രസംഗിക്കുന്ന കേട്ടാൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്കൊരു ബൈബിൾ മേടിച്ചു കൊടുക്കണം. കാരണം അവർക്ക് ബൈബിൾ കിട്ടാത്തതുകൊണ്ട് അവരിത് പറയും. പ്രതികൂലങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് ഒരുവൻ പറയുന്നെങ്കിൽ അവനൊന്നും അറിയാൻ പാടില്ല. പ്രതികൂലങ്ങൾ വിശ്വാസിയെ നശിപ്പിക്കാനല്ല, വളർത്താൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അത് നന്മയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലാത്തതിനാൽ അത് ഉണങ്ങിപ്പോയി. സൂര്യൻ എന്നതിന് അർത്ഥം ഇപ്പുറത്ത് വന്നപ്പോൾ വചനം നിമിത്തമുള്ള ഞെരുക്കം എന്നാണ് അർത്ഥം കൊടുത്തത്. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിടുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറയാം. ഗിരിപ്രഭാഷണത്തിലേക്ക് വന്നിട്ട് 5-ാം അധ്യായം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ നീതിക്ക് ഉപദ്രവമുണ്ടോ? ഉണ്ട്. വചന നിമിത്തം ഉപദ്രവം നമ്മളിപ്പോ വായിച്ചു. മത്തായി 13:20 വായിച്ചു, 21 വായിച്ചു. വചന നിമിത്തം ഉപദ്രവം. 5:10 വായിച്ചു, നീതി നിമിത്തം ഉപദ്രവം. 5:11 വായിക്കുന്നു, എന്റെ നിമിത്തം ഉപദ്രവം. നീതി നിമിത്തം, യേശുവിന്റെ നിമിത്തം, വചന നിമിത്തം. ബാക്കി നിങ്ങൾ ചേർത്തോണം. സത്യം നിമിത്തം, ഉപദേശ നിമിത്തം, വേർപാട് നിമിത്തം, ആരാധന നിമിത്തം ഉപദ്രവമുണ്ട്. കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നീതി നിമിത്തം. കാരണം അനീതി മാത്രം നടമാടുന്ന സമൂഹത്തിൽ നീതി ഹൃദയത്തിലുള്ള ഒരുത്തൻ
എങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യും? ചില സമയത്ത് അവൻ അതിനെ എതിർക്കേണ്ടി വരും. ഇത് നീതി അല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതിന് ഉറപ്പാ. കാരണം അനീതിയ മുഴുവൻ നടക്കുന്നത്. നീതി നിമിത്തം ഉപദ്രവം. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കും. യേശുവിന്റെ പക്ഷത്ത് നിന്നാൽ സമൂഹം എതിരാവും. കാരണം സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കും. അപ്പോൾ യേശുവിന്റെ പക്ഷത്ത് ഞാൻ നിൽക്കുകയാണെങ്കിൽ എന്നെ എല്ലാവരും കൂടെ നോട്ടുമാരായിട്ട് സ്വീകരിക്കൊന്നുമില്ല. എതിർപ്പുകളുണ്ടാവും. നിങ്ങളെ പഴിക്കും, ഉപദ്രവിക്കും, എല്ലാ തിന്മയും കളവായി പറയും. അപ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വന്തം നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കുവീനെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് വചനം നിമിത്തം ഉപദ്രവം. എന്താ വചനം നിമിത്തം? വചനം അതുപോലെ പാലിച്ചാൽ ഉപദ്രവം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും, ഞെരുക്കമുണ്ടാവും, ഞെരുക്കമുണ്ടാവും. വചന നിമിത്തം ഉപദ്രവം, വചന നിമിത്തം ഞെരുക്കം, നീതി നിമിത്തം ഉപദ്രവം, യേശു നിമിത്തം ഉപദ്രവം. അപ്പോൾ കർത്താവായ യേശുവിനെ വിശ്വസിച്ച് അവന്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ നാം തീരുമാനിച്ചു കഴിയുമ്പോൾ പല മേഖലകളിൽ നിന്ന് എതിർപ്പുകളും ഞെരുക്കങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടാവും. ഇത് സ്വാഭാവികമാണ്. എന്നാൽ ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പല നിലയിൽ ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ഉപദേശമാണ് ഇങ്ങനെയൊന്നും ഇല്ലെന്നങ്ങ് പറയുക. ഇങ്ങനെ ഇതിന്റെ പ്രതിഫലം ഇല്ല, ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ മതി, ഇല്ലെന്നങ്ങ് പറയുക. എന്നോട് സംശയം ചോദിച്ചതാണ് പാസ്റ്ററെ, നമ്മളിങ്ങനെ കഷ്ടതയുണ്ടെന്ന് പറയുന്ന കാരണം നമുക്ക് കഷ്ടതയാണ്. അത് ഇല്ല എന്ന് പറയുന്നവർക്കൊന്നുമില്ല. ഓ അത് ശരി, അപ്പൊ പറയുന്നതാണോ അതിന്റെ കാര്യം? അപ്പൊ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നത് എന്നുള്ളതല്ലേ വിഷയം? ശരി, അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ഇങ്ങനെ പറയുന്നത്? അത് കഷ്ടത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളെന്തിനാ ഇത് പറയുന്നത്? കഷ്ടത വന്നാലും വരാതിരിക്കാൻ വേണ്ടി. ഏതാ പ്രാക്ടിക്കല്? ഏതാ തിരുവചനാടിസ്ഥാനം? ഇല്ല 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 എന്ന് പറഞ്ഞേച്ച് ഉണ്ടായാലോ? ഉണ്ടെന്ന് പറഞ്ഞിട്ട് ദൈവം ശക്തി തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ടായാലോ? ഉണ്ടായ സന്തോഷമായി. അതായത് ഞാനിപ്പോ വൈകുന്നേരത്ത് ഇങ്ങോട്ട് കയറി വന്നപ്പോ നിങ്ങളെല്ലാവരും ഞെട്ടി, ഇതാണ് ദൈവം നിൽക്കുന്നത്, ഇതെങ്ങനെയാ വന്നതെന്ന് ചോദിച്ചില്ല. കാരണം എന്നാ, ഞാൻ വരുമെന്ന് അറിയായിരുന്നു. വരുമെന്ന് പറഞ്ഞാൽ വരുമ്പോ മേടിയിട്ടില്ല, വരികയെന്ന് പറഞ്ഞിട്ട് വന്നാൽ വഞ്ചിക്കപ്പെടരുത്. കർത്താവ് മോഹനവാഗ്ദാനങ്ങൾ കൊടുത്തല്ല വിളിച്ചു. ഒരുത്തൻ എന്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ ഇതൊക്കെ കൂടി അനുഭവിച്ചുകൊണ്ട് വേണം വരാൻ. അപ്പൊ കർത്താവിനെ ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ പോണ വഴി മുഴുവൻ മെത്ത തിരിച്ചു തന്നേക്കാമെന്ന് യേശു പറഞ്ഞില്ല. ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ ക്രൂശിൽ തന്നെ അനുഭവിക്കട്ടെ. അപ്പോ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, ഉപദ്രവങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ട്, എല്ലാവർക്കും. അതിനെ എങ്ങനെ നാം കാണുന്നു എന്നതാണ് എന്റെ വിഷയം. അതിനോട് എങ്ങനെ നാം പ്രതികരിക്കുന്നു എന്നതാണ് വിഷയം. ദൈവത്തിന്റെ വചനത്തിൽ അതിനെ നമുക്ക് വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ ഉണ്ടായാൽ അവൻ വേരില്ലാത്തത് കൊണ്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, അവൻ വിശ്വാസത്തിൽ നിന്ന് ഇടറിപ്പോകുന്നു. നോക്കൂ, ഇതിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല പ്രതികരണം ഞാൻ നിങ്ങളെ കാണിക്കാം. അവിടെ എത്തിയവരാരും ഇപ്പൊ ഭൂമിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അവർ എത്താൻ ശ്രമിക്കാം. റോമർ 8:35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാ കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. ഇതൊരു പ്രതികരണമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് എന്താ, അഥവാ നമ്മെ വേർതിരിക്കുന്നത് എന്താ? കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള. 27-ാം വാക്യം.
നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അപ്പം ഇതിനോടുള്ള പ്രതികരണം ഇതാണ്, ഇതിനെ ജയിക്കുക. ഇല്ലെന്ന് പറയുകയല്ല, ഇതിന് ജയിക്കുക എന്ന് പറഞ്ഞാൽ കീഴടക്കുക. ഇനി 38, 39 വായിച്ചു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതാണ് ഏറ്റവും നല്ല പ്രതികരണം. ഞാൻ ഈ പ്രതികൂലത്തിൽ പതരാതിരിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നല്ല പൗലോസ് പറയുന്നു. ഇതൊന്നും എന്റെ കർത്താവിൽ നിന്ന് വേർതിരിക്കില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആ ലെവലിലേക്ക് നമ്മൾ എത്തണം. ഇദ്ദേഹം ഇപ്പോൾ കഷ്ടതയെ വെല്ലുവിളിക്കുക. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ എന്നെ വേർതിരിക്കാൻ കഴിയുകയില്ല. ഈ പുള്ളിക്കാരൻ വെല്ലുവിളിക്കുക. ഇതാണ് ഒരു യഥാർത്ഥ ക്രിസ്തു ഭക്തന്റെ നിലപാട് അഥവാ നിലവാരം. കഷ്ടതയെ ഇങ്ങനെയാണ് അപ്പോസ്തലൻ കണ്ടത്. അതില്ലെന്നല്ല പറഞ്ഞത്, അതിനെ ജയിക്കാൻ യേശു ക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് കഴിയും എന്നാണ്. അതിന് പൗലോസ് അപ്പോസ്തലനെ അതിന് പ്രേരിപ്പിക്കുന്ന വചനം ഇതായിരിക്കാം. യോഹന്നാൻ 16:31. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇതാണ് ഇതിന്റെ കറക്റ്റ് ഉപദേശം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമില്ല എന്നല്ല, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുപോലെ പൗലോസ് അപ്ലൈ ചെയ്യുക ജീവിതത്തിലേക്ക്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് പ്രശ്നങ്ങളുടെ മേൽ ജയമുണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ട പ്രതികരണം. ഇനിയും അത് സംബന്ധിച്ച് അല്പം കൂടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. റോമാലേഖനം 6-ാം അധ്യായം, റോമർ 5-ാം അധ്യായം 1, 2, 3, 4 വായിക്കാം. 4 വരെ വായിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതിന്റെ അർത്ഥം പറയാം, അത് കഴിഞ്ഞ് പിന്നെ വായിക്കാം. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നു എന്നാണ് അതിന്റെ അർത്ഥം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കർത്താവായ യേശു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടെന്ന് പറഞ്ഞാൽ മാനസാന്തരം, രക്ഷയുടെ അനുഭവം വരെ എത്തി. അടുത്തത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഒരു നല്ല കൂട്ടായ്മയിൽ എത്തിച്ചേർന്നു. അടുത്തത്, നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയെ പ്രശംസിക്കുന്നു. അതോടുകൂടെ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയും കിട്ടി. 3 സ്റ്റെപ്പായി. അടുത്തത്, അത് തന്നെയുമല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഞാനെന്ന് നമ്മുടെ ഭാഷയിലേക്ക് പറയാം. രക്ഷിക്കപ്പെട്ടു അഥവാ മാനസാന്തരപ്പെട്ടു, തിരുവചനം സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, വചനപ്രകാരം ആരാധിക്കുന്ന ഒരു കൂട്ടായ്മ വന്നു, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയോടെ ജീവിക്കാൻ തുടങ്ങി. അതോടെ കഷ്ടത തീർന്നു എന്നല്ല, അത് തന്നെയുമല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് എന്ന വാക്കാണ് അവിടുത്തെ പ്രധാന വാക്ക്. അതായത് കഷ്ടതയെ മാറിയിട്ടില്ല, കഷ്ടതയെക്കുറിച്ചുള്ള എന്റെ അറിവ് മാറി. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു,
വചനം കേട്ടു, പ്രത്യാശയിൽ ജീവിക്കുമ്പോൾ കഷ്ടത മാറുകയല്ല, കഷ്ടതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറും. അഥവാ ഇവിടെ വായിക്കുന്നു, കഷ്ടത എന്തിനാണെന്നറിയും. കഷ്ടത എന്തിലേക്ക് നയിക്കുന്നു എന്നറിയും. കഷ്ടത നഷ്ടമല്ലെന്നറിയും. നഷ്ടമെന്നു കരുതിയ സംഭവങ്ങളൊക്കെയും നന്മയ്ക്കെന്ന് ബോധ്യമാക്കി തീർത്തിടുന്ന നാൾ വരും. നന്മയ്ക്കെന്ന് ബോധ്യമാക്കി തീർത്തിടുന്ന നാൾ വരും. യേശു വന്നിടും, പ്രാണപ്രിയൻ വന്നിടും. രക്തം തന്നു സ്നേഹിച്ച എൻ കാന്തൻ വന്നിടും. രക്തം തന്നു സ്നേഹിച്ച എൻ കാന്തൻ വന്നിടും. നഷ്ടമെന്നു കരുതിയ സംഭവങ്ങളൊക്കെയും നഷ്ടമെന്നു കരുതിയ സംഭവങ്ങളൊക്കെയും നന്മയ്ക്കെന്ന് ബോധ്യമാക്കി തീർത്തിടുന്ന നാൾ വരും. നന്മയ്ക്കെന്ന് ബോധ്യമാക്കി തീർത്തിടുന്ന നാൾ വരും. യേശു വന്നിടും, പ്രാണപ്രിയൻ വന്നിടും. രക്തം തന്നു സ്നേഹിച്ച എൻ കാന്തൻ വന്നിടും. ഓ രക്തം തന്നു സ്നേഹിച്ച എൻ കാന്തൻ വന്നിടും. അതെ, കഷ്ടത മാറിയിട്ടില്ല. കഷ്ടതയെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് മാറി, എന്റെ പ്രതികരണം മാറി, എന്റെ മനോഭാവം മാറി, എന്റെ ബോധ്യം മാറി. നേരത്തെ കഷ്ടത വന്നാൽ ഞാൻ ഇങ്ങനെയല്ല പ്രതികരിക്കുന്നത്. നേരത്തെ കഷ്ടത വന്നാൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒന്ന്, ആടെയും നില കെട്ടിവെക്കും. അവൻ കാരണം, അവള് കാരണം, ഇവൻ കാരണം. ഒരാളെ അതിൽ നമ്മൾ പ്രതിയാക്കും. മറ്റൊരാളുടെ തലയിൽ അതിന്റെ കുറ്റം ആരോപിക്കുക. ഒരു രീതിയാണ്, ഒരു രീതി. രണ്ടാമത്തെ രീതി സ്വയസഹതാപം. അല്ലേലും എനിക്ക് ഇങ്ങനെയാണ്, ഞാൻ എവിടെ ചെന്നാലും ഇങ്ങനെയാണ്. അത് രണ്ടാമത്തെ പ്രതികരണം. മൂന്നാമത്തെ പ്രതികരണം ജീവിതം അവസാനിപ്പിക്കാം. ഇതിൽ നിന്ന് ഇപ്പൊ എനിക്കൊരു മാറ്റം വന്നു. ഇപ്പൊ മാറ്റം വന്നത് ഈ കഷ്ടത നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുന്നു. ഇന്ന് അതെനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അല്പം കഴിയുമ്പോൾ അത് നന്മയ്ക്കാണെന്ന് എനിക്ക് മനസ്സിലാകും. അല്പം കഴിയുമ്പോൾ, അല്പം കൂടെ കഴിയുമ്പോൾ അതിനകത്തെ നന്മ വെളിപ്പെട്ടു വരും എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് ഒരു പൊട്ടനെ പോലെ ചില നാളുകൾ തള്ളി നീക്കാൻ ഇപ്പോൾ സാധിക്കുന്നു. ഇതാണ് രക്ഷിക്കപ്പെട്ടവരുടെ കഷ്ടതയും അല്ലാത്തപ്പോഴുള്ള കഷ്ടതയും. കഷ്ടത എന്നുകൊണ്ട് ഇന്നുണ്ട്, എന്നാൽ എനിക്കതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും കാണുമ്പോൾ നന്മയല്ല, പിന്നീട് കാണുമ്പോൾ ഭയങ്കര പ്രയാസമായിട്ട് തോന്നും. കുറച്ചു കഴിയുമ്പോൾ അത് നന്മയിലേക്ക് കാണുന്ന സകല തിന്മയും നന്മയായി മാറും. സകല ഇരുട്ടും വെളിച്ചമായി മാറും. സകല നഷ്ടവും ലാഭമായി. ഈ പാഠം പഠിച്ചില്ല എങ്കിൽ നമ്മൾ പതറിപ്പോകും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നമ്മളെ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി. എന്തൊരു വിഷമം വന്നു കഴിയുമ്പോ എന്നാലും എനിക്കിങ്ങനെ വന്നില്ല, എനിക്കെന്താ ഇങ്ങനെയൊക്കെ വന്നത്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ എനിക്കിങ്ങനെ വരികയില്ലേ, വരാൻ പാടില്ലേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വരുമോ? വരും. നമ്മളെ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് പ്രയാസങ്ങൾ വരുമോ? വരും. ഇതിന്റെ എല്ലാം വിശദീകരണമൊന്നും ദൈവം തരത്തില്ല. പക്ഷെ ദൈവം നന്മയ്ക്കാക്കി. പൂർണ്ണമായ ദൈവത്തിൽ ആശ്രയിക്കുകയും പൂർണ്ണമായ ദൈവത്തിന് വേണ്ടി തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്താൽ അത് നന്മയ്ക്കായി തീരും നിശ്ചയം. എമ്മി ചെറിയാൻ എന്ന ദൈവദാസനാണ്. അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങളോട് കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഭയങ്കര മധുരഗായകനാണ് അവരുടെ പേര്. ഈ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ ഒരു പഴയ പാട്ട് തപ്പിയെടുത്തു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്തും എന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്തിനെന്നകം കലങ്ങി ചോദിക്കില്ല ഞാൻ. എന്തും എന്റെ ജീവിതത്തിൽ
സംഭവിച്ചാലും എന്തിനെന്നകം കലങ്ങി ചോദിക്കില്ല ഞാൻ. നൊന്തൊഴുകും കണ്ണുനീർത്തൽ പൊന്നുപാദത്തിൽ ചിന്തിയാൻ തുടർന്നു പാടും ദൈവം നല്ലവൻ. നൊന്തൊഴുകും കണ്ണുനീർത്തൽ പൊന്നുപാദത്തിൽ ചിന്തിയാൻ തുടർന്നു പാടും ദൈവം നല്ലവൻ. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. കഷ്ടതകൾ ശോധനകൾ നേരിടുമ്പോഴും ഇഷ്ടരായോർ വിട്ടകന്നു പോയിടുമ്പോഴും, കഷ്ടതകൾ ശോധനകൾ നേരിടുമ്പോഴും ഇഷ്ടരായോർ വിട്ടകന്നു പോയിടുമ്പോഴും, നഷ്ടമല്ലതൊന്നും നിത്യ ദൈവ സ്നേഹത്താ നന്മയ്ക്കെന്നു വ്യാപരിക്കും എനിക്കവയെല്ലാം. നഷ്ടമല്ലതൊന്നും നിത്യ ദൈവ സ്നേഹത്താ നന്മയ്ക്കെന്നു വ്യാപരിക്കും എനിക്കവയെല്ലാം. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. അതെ, കഷ്ടത മാറുന്നില്ല. കഷ്ടതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുന്നു. കഷ്ടതയുടെ മുമ്പിൽ തോക്കുന്നില്ല. ക്രിസ്തു നിമിത്തം അതിന്റെ മേൽ ജയം കൊണ്ടാടും. ഇന്ന് കാണുന്ന തടസ്സം അതേ ചവിട്ടിയായിരിക്കും നാളെ നീ കയറും. ഇന്ന് കാണുന്ന പ്രതിബന്ധമായിരിക്കും നാളത്തെ നന്മയിലേക്കുള്ള ചവിട്ടുപടി. വചനം നിമിത്തം ഞെരുക്കുമോ ഉപദ്രവമോ വരുമ്പോൾ, വചനം നിമിത്തം ഞെരുക്കുമോ ഉപദ്രവമോ വരുമ്പോൾ അവൻ ക്ഷണത്തിൽ ഇടറും. അവനെന്താ എഴുതിപ്പോണത്? വചന നിമിത്തം ഞെരുക്കുമോ ഉപദ്രവമോ വരുമ്പോൾ എഴുതിപ്പോണത് പേരില്ലാത്തതുകൊണ്ട്. പേരെന്തോ? കർത്താവിന്റെ ആശ്രയം, കർത്താവിന്റെ വിശ്വാസം, കർത്താവിനെ കുറിച്ചുള്ള ബോധ്യം. ആ ബോധ്യം പേരാണ്. അപ്പൊ ഈ പ്രയാസം വരുമ്പോ അവൻ പേരെങ്കിലും പിടിച്ചിടക്കി നോക്കും, ഇടത്തില്ല. ഇതൊന്നും എന്റെ കർത്താവ് തന്നെ അകക്കത്തില്ല. ഒരു കഴുത കിണറ്റിൽ പോയി, കഴുത. അതിന്റെ ഉടമസ്ഥനെ കയറ്റാൻ 2 ജോലിക്കാരെ വെച്ചു. രാവിലെ ഉച്ചവരെ പണം തന്നെ കയറ്റാൻ പറ്റുന്നു. കയറലൊക്കെ കേട്ട് കുത്തി വലിച്ച് കയറ്റാൻ നോക്കുന്നത് അതാണ്. അയാൾ പറഞ്ഞു, എന്നാ ഈ പയ്യൻ ശവടാക്കിയിട്ട് അവിടെ തന്നെ ജീവനോടെ അവിടെ വന്നിട്ട് ആ കിണറ്റിലോട്ട് മണ്ണിട്ടില്ല. അങ്ങനെ കിണറും ഒന്ന് മൂടിക്കോട്ടെ, കാരണം ഞാൻ വെള്ളം കൊള്ളുന്നില്ല, കുറച്ച് വെള്ളം അടിയുള്ളൂ. ഈ 2 പണിക്കാർ പിന്നെ ഉച്ച കഴിയുന്ന മണ്ണ് വെട്ടിച്ചോണ്ട് കിണറ്റിലിടുക. ഇങ്ങനെ ഒരു 5 മണി 6 മണിയായി ഒടുവിലത്തെ കൊട്ട മണ്ണിട്ടപ്പോ ഒന്ന് കുടഞ്ഞേച്ച് കഴുത പുറത്തേക്ക് എറിയും. അതെങ്ങനെയാ? ഓരോ കൊട്ട മണ്ണും വന്നപ്പോൾ അത് താഴോട്ടിട്ട് ചൈന മുടിക്ക് എത്തിക്കും. അടുത്ത മണ്ണ് വരുമ്പോൾ അതിന്റെ മുടിക്ക് എത്തിക്കും. പൊതുവിൽ കഴുത മുകളിലെത്തി. ഒരു വിവരമില്ലാത്ത കഴുതയ്ക്ക് ഇത്രയും സാധിച്ചു. ആരൊക്കെയൊക്കെ വെട്ടി തലയിലിരുന്ന് മണ്ണിൽ കയറി നിൽക്കണം. അവിടെ നിന്നുകൊണ്ട് ദൈവം നല്ലതെന്ന് പറയാം. ആളുകളോട് പിണങ്ങാൻ പോയാൽ അതിന് നേരം കിട്ടുന്നു. എന്നും ആരെയും മണ്ണ് വെട്ടിക്കൊണ്ടിരിക്കും. ഇത് നിന്റെ ഉയർത്താൻ ദൈവം വെച്ച വഴിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഒടുവിൽ നീ അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. സകല തിന്മയും നന്മയായി മാറും, സകല കയ്പും മധുരമായി മാറും. വേര് എന്ന വിഷയത്തിൽ 3 ചിന്തകൾ തുടർന്ന് നമുക്ക് ധ്യാനിക്കാം. വേരിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന വേദഭാഗം ആളുകളുടെ മനസ്സിൽ നിന്ന് പോകാതിരിക്കാൻ ഒന്നുകൂടെ വായിപ്പിക്കുന്നു. 13:5, 6, 20. ചിലത് പാറസ്ഥലത്തു ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായികയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായികയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു ആകുന്നു. എങ്കിലും വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണികനത്രേ. വിശ്വാസികൾ വേരിനെ കുറിച്ച് 3 കുറിപ്പ് തരാം.
മത്തായി 6:6 ഒന്നാമത്തെ. കറുത്ത കുതിരകൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വെളിപ്പാടാകുന്നല്ലേ? ഒരു കുഴപ്പമില്ല. വെളിപ്പാടിനകത്തായി കുതിരയൊക്കെ. മത്തായി 6:6 ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. കാരണം 6:6 666 എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള സംഖ്യയില്ല. അപ്പൊ അതുകൊണ്ട് 6:6 ഓർത്താണ്. പ്രയറിന്റെ കോഡാണ്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടക്കുക, വാതിൽ അടയ്ക്കുക, മുട്ടുകുത്തുക. ഇതിന്റെ വ്യാഖ്യാനം കേൾക്കണം. കണ്ണടയ്ക്കുക എന്ന അതിന്റെ വ്യാഖ്യാനം എന്നാണ് ചിലർ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ കർത്താവിന് അങ്ങനെ കണ്ണടച്ചാൽ പറഞ്ഞാൽ പോലെ ഇത്രയും നീട്ടിക്കിട്ടിരിക്കുന്നത് ഈ വേദോസം വ്യാഖ്യാനിച്ച് നശിപ്പിക്കുക. അറയിൽ കിടക്കാന്ന് പറഞ്ഞ മുറി കിടക്കുന്നത് തന്നെയാണ്. വാതിൽ കിടക്കുന്ന എന്തിനാ? വേറെ ആരും ഡിസ്റ്റർബ് ചെയ്തിരിക്കാൻ. അറയെന്ന് പറഞ്ഞാൽ എന്താ? അറയെന്ന് പറഞ്ഞാൽ ജനൽ പോലും ഇല്ലാത്ത മുറിയാണ്. പഴയ വീടുകളിൽ ഏറ്റവും വില കൂടിയ സാധനം സൂക്ഷിച്ചു വരുന്ന സ്ഥലമാണ് അറ. അവിടെ കയറി പ്രാർത്ഥിക്കണം പറഞ്ഞാൽ അത്ര പ്രഷ്യസ് ആണ്. അത് ചുമ്മാ മാർക്കറ്റിലൊക്കെ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക പരീക്ഷന്മാർ. എല്ലാവരും കാണുന്നത് വലിയ ഭക്തനെ പോലെ ഇങ്ങനെ തൊണ്ടയൊക്കെ ഉറപ്പിച്ച് ഗ്ലോറി എന്ന് പറയുക. ഇത് കേട്ടാ കർത്താവ് ഇതൊന്നും അല്ല പറയുന്നത്. അകത്ത് വാതിൽ അടയ്ക്കണം. ഭക്തിയുടെ വേഷമ മുഴുവൻ ശക്തിയില്ല. കഴിഞ്ഞ ദിവസം കോൺഫറൻസിൽ പറഞ്ഞു, ഈ തീ കത്തുന്ന പടം ടി വി വന്ന് ഞാൻ കാണുക. പുറത്തു നിന്നാണ് വേറൊരു വീട്ടിലെ ദൂരെ കണ്ട ഒരു പാർക്കം. നമുക്ക് പകലെല്ലാം ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ പകല് ഫ്രീ അല്ലേ. അപ്പൊ ആ ടെറസിന്റെ മുകളിൽ നടന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കുമ്പോ മതിലിനപ്പുറത്തെ വീട്ടിലാണ് തീ കത്തുന്നത്. ഭയങ്കരമായിട്ട് ഇത് അവര് കണ്ടില്ലേ നോക്കി ഓടി. ഞാൻ താഴെ ഇറങ്ങി മതിലേ ചെന്ന് നോക്കി. ടെലിവിഷനകത്ത് എവിടെയും തീ കത്തുന്നതിന്റെ പടം. അപ്പൊ എന്നെ എനിക്കൊരു പാടാതീര് പഠിക്കുകയാണ്. തീയുടെ പടത്തിന് ചൂടില്ല. നോ പ്രോബ്ലം. എത്ര നേരം കത്തിയാലും ഒന്നും പറ്റില്ല. പക്ഷെ തീക്ക് ചൂടുണ്ട്. തീയുടെ വീഡിയോയ്ക്ക് ചൂടില്ല. തീയുടെ ഫോട്ടോ അല്ല, വീഡിയോ ആയതുകൊണ്ട് ഇങ്ങനെ ശരിക്ക് അതിന്റെ അത് കാണാം. അപ്പൊ കത്തുക നമുക്ക് തോന്നും, പക്ഷെ ചൂടില്ല. ടെലിവിഷനെ തൊട്ട് നോക്കിയാലും ചൂടില്ല. തീ കപടഭക്തനെ തൊട്ടാലും കൊള്ളുകയില്ല, കൂടെ കിടന്നാലും കൊള്ളുക. ഭക്തൻ വ്യത്യസ്തൻ. പണമല്ലേ മുഴുവനും പണം. ഭക്തിക്ക് ശക്തിയുണ്ട്. കപടഭക്തിക്ക് ശക്തിയില്ല. കപടഭക്തിക്ക് ശക്തിയില്ല. കപടഭക്തന്മാരുടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു പറയുക, ഞാനൊരു പുതിയ പ്രയോഗം പഠിപ്പിക്കാം. മുറിക്കേറെ വാതിലടയ്ക്ക്. ശക്തിയുണ്ടെന്ന് ഞാൻ കാണിക്കാം. നമ്മുടെ നാട്ടിലെ ഈ മാലപ്പടക്കമുണ്ട്. അതിങ്ങനെ കെട്ടിയെന്ന് പോകും. ഇവിടെ ഒരു തീ കൊളുത്തിയ പടപടപടപടാന്ന് പൊട്ടും. ഒരു ദോഷവുമില്ല, ഒരു ഗുണവുമില്ല. ഒച്ച മാത്രമേ ഉള്ളൂ. എന്നാൽ വഴി വെച്ച് പൊട്ടിക്കാത്തൊരു സാധനമുണ്ട്. അത് എഫക്റ്റീവാണ്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്തൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഈ പരസ്യമായിട്ട് കാണിക്കുന്നതിനൊന്നും വലിയ ശക്തിയൊന്നുമില്ല. നമ്മൾ ഈ പ്രായോഗികമല്ലെന്ന് എനിക്കറിയാം. എന്നാൽ പോലും വലിയ വലിയ യോഗങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, ഒരു 3-4 പേര് മൈക്കിൽ കൂടെ പ്രാർത്ഥിക്കും. അപ്പോഴത്തേന് യോഗം തീരാണ്. ആലുവായിൽ നിന്ന് വന്ന കർത്താവ് ദാസൻ, പെരുമ്പാവൂരിൽ നിന്ന് വലിയൊരു ദാസൻ, എല്ലാം പ്രാർത്ഥിച്ചിട്ട് വളരെ ഒരു സഭയാവും. ഇവർക്ക് ആകെ കിട്ടുന്ന ഒരു ചാൻസ് ആയതുകൊണ്ട് അവർ ഉൽപ്പത്തി തുടങ്ങും. പുതിയ രീതികളിൽ വരുമ്പോഴത്തേന് എത്ര മിനിറ്റ് പോകുന്നില്ല. ഇതുകൊണ്ട് വലിയ യോഗം അനുഗ്രഹിക്കപ്പെടുന്നു. ഈ യോഗത്തിന് വേണ്ടി തലേദിവസം ഞാൻ രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചെങ്കിലേ യോഗം അനുഗ്രഹിക്കപ്പെടുന്നു.
പരസ്യ പ്രാർത്ഥന വലിയ വിഷയം. എനിക്കൊരു പ്രാർത്ഥിക്കാനെങ്കിലും സമയം കിട്ടുമോന്ന് യോധനമൊക്കെ ചോദിക്കുന്ന എന്നെ നേരിട്ട് എന്റെ അടുത്തൊരാളോന്ന് പറഞ്ഞു, ഞാൻ 3 ദിവസം ഒരു യോഗത്തിന് പോയി എനിക്കൊരു പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല. അവിടെ ഇന്ന് ഞാൻ പോകുന്നില്ലല്ലോ. ഞാൻ നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്താൽ പ്രാർത്ഥിച്ചാലോ? ഓ ഇതല്ലേ മകളിയാ, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലോ കുഴപ്പമില്ല, ദൈവം കേൾക്കില്ല. അതല്ല, ഇവിടെ മൈക്കുണ്ടോ? അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ദൈവത്തിനാണ് ഇപ്പോൾ തീരെ കേൾക്കുന്നു. നല്ല സൗണ്ട് സിസ്റ്റം വെച്ചു പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് മറുപടി. ഈ പൊട്ടധാരണയൊക്കെ നമ്മൾ വിടുതൽ പ്രാർത്ഥിക്കാൻ മൈക്കൊന്നും വേണ്ട, പ്രാർത്ഥിക്കാൻ കണ്ണുനീര് മതി. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അവയിൽ നടക്കുക, വാതിലടക്കുക. വാതിലടക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ ആരും കാണരുത്, നിന്നും ആരും കാണരുത്. തിരക്ക് വിളിച്ചോട്ട് പോവുകയും ചെയ്തത്. മറുപടി വരുന്നതുവരെ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതുവരെ ദിവസം ഒരു അങ്ങനെ ഒരു പ്രയർ ഹാബിറ്റ് ഉള്ളവൻ ഏത് കൊടുചൂടിലും വാഴത്തില്ല, ഏത് പ്രതികൂലത്തിലും അതൊരു പേരാണ്. അവൻ പതറുകയില്ല. രഹസ്യത്തിലുള്ള പ്രാർത്ഥന ഒരു ഭക്തന്റെ വേല. രഹസ്യത്തിലുള്ള പ്രാർത്ഥന മനുഷ്യരെ കാണിക്കാനല്ല, ദൈവം കാണുന്നു എന്ന് ബോധ്യത്തില്ല. ഞാൻ ഒരുപാട് ഉദാഹരണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? പരസ്യ പ്രാർത്ഥനയിൽ കൊതിയുള്ള ധാരാളം മനുഷ്യരെ എനിക്കറിയാം. പക്ഷെ അതിനൊരു ദോഷം ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു വേറൊരു ദോഷം ഉണ്ടെന്നൊരു ഉപദേശിയോട് പറഞ്ഞു തന്നു. ഒന്ന് പൊതുവെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത അവസ്ഥ ഒരു പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞാലും അങ്ങനെ ചെയ്യരുത്. പൊതുവെ പ്രാർത്ഥിക്കേണ്ടി വരുമ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. എന്നാൽ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്ന ആളെയാണ് ഞാനിപ്പോൾ ശാസിച്ചത്. പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ല എന്നൊരാള് പറയുന്നത് പോലെ നാണം കെട്ടിയൊരു കാര്യം ഉലകത്തി വേറൊന്നില്ല. കാരണം പ്രാർത്ഥിക്കാൻ എപ്പോഴും അവസരമല്ലേ, ഇടപെടാതെ പ്രാർത്ഥിക്കരുതല്ലേ കർത്താവ് പറഞ്ഞിരിക്കട്ടെ. ഇതിന് അവസരം കിട്ടിയില്ലെന്ന് പറഞ്ഞ ഈ ശ്വാസം വലിക്കാൻ അവസരം കിട്ടിയില്ലെന്ന് പറഞ്ഞു. 2 ദിവസം തിരക്കായിരുന്നു, ശ്വാസം വലിക്കാൻ സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതാ ദയനീയ പരാജയമേ ആ കാര്യം, മനുഷ്യന്റെ ആ ധാരണ നിലവാരം. അമ്മേ, ഒന്നാമത്തെ പേര് രഹസ്യ പ്രാർത്ഥനയാണ്. ഞാൻ സഹോദരി സഹോദരന്മാരെ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾക്കൊരു രഹസ്യ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ദൈവത്തോട് ബന്ധമുള്ളവരായിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. ദൈവത്തിന്റെ മുഖം നിങ്ങൾ കാണണം, ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് സമയം ഉണ്ടാക്കണം. ഒരു 10 മിനിറ്റ്, 15 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂർ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വെറുതെ ഇരുന്ന് സ്തോത്രം ചെയ്യണം. കർത്താവേ, സാന്നിധ്യം നീ നൽകണമേ. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, എന്നാൽ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. എനിക്ക് ഈ വാക്യത്തിനൊന്നും അർത്ഥം അറിയില്ലായിരുന്നു. യഹോവയിൽ രസിക്കുന്ന എങ്ങനെയാ? ദൈവസന്നിധിയിൽ ഇരിക്കുക, എൻജോയ് ചെയ്യുക, ബോറടിക്കല്ല, അത് രസിക്കുക, വെറുതെ പ്രൈസ് ചെയ്യുക, വെറുതെ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുക, അവൻ രസിക്കുക. അപ്പൊ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം അത് നടത്തിക്കോളും. പ്രാർത്ഥിക്കൊന്നും വേണ്ട, ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്താൽ മതി. നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അവൻ സാധിപ്പിക്കും. ഒരു പ്രയർ ഹാബിറ്റ് സഹോദരന്മാരെ നമ്മുടെ ഇടയിൽ വളർന്നു വരട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ വിഷയങ്ങൾ ദൈവം ഇങ്ങനെ തരാൻ പോകും. നിങ്ങൾക്കറിയാമോ, പ്രാർത്ഥനകളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാത്ത വിഷയം ദൈവം കൊണ്ടുതരും. നിങ്ങൾ ആത്മാവിലായി കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കാത്ത അനേക വിഷയങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും.
നിങ്ങളുടെ പ്രയർ ലോകം മുഴുവൻ പോകും. അത്ര പവർഫുള്ളാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. രഹസ്യ പ്രാർത്ഥനയില്ലാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവരെ പരസ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ധൃതി കൂട്ടുന്നത്. രഹസ്യ പ്രാർത്ഥന ഉള്ളവരെ കണ്ടാൽ അറിയാം. അവർക്ക് പരാതിയില്ല, അവർക്ക് പെറുപെറുപ്പില്ല. അവർക്ക് പരാതി ഉള്ളതെല്ലാം അവർ പറയാൻ സ്ഥലമുണ്ട്. അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അവർക്ക് സങ്കടങ്ങളില്ല, പ്രയാസങ്ങളില്ലെന്നല്ല, പ്രയാസമൊക്കെ ഉണ്ട്, പക്ഷെ പരാതികളില്ല. ഇതെല്ലാം ഇറക്കി വെക്കുവാൻ അവർക്കും സ്ഥലമുണ്ട്. രഹസ്യ പ്രാർത്ഥനയാണ് ഒരു ഭക്തന്റെ സ്ട്രോങ് ആയിട്ടുള്ള വേര്. അത് വർദ്ധിപ്പിച്ചു വരണം, വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കണം. അതൊരു ബലമുള്ള കാര്യമായിരിക്കട്ടെ. നിങ്ങൾക്ക് അത് വന്ന് അതുണ്ടെ തന്നെ ഭയങ്കര ധൈര്യമാണ്, ഭയങ്കര കോൺഫിഡൻസ്. ഞാൻ എന്റെ കാര്യം കർത്താവിനെ അറിയിച്ചിട്ടുണ്ട്, അവൻ എന്റെ കാര്യം നടത്തി തരും. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയും. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനല്ല. രഹസ്യ പ്രാർത്ഥന ഒരു ഭക്തന്റെ ആഴത്തിലുള്ള വേരാണ്. ഇത് നിങ്ങൾ വളർത്തിയാൽ നിങ്ങൾക്ക് ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കാം, ഏത് സമയത്തും പ്രാർത്ഥിക്കുന്ന. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആത്മീയ നിലവാരം മാറും. നിങ്ങളെ ശുശ്രൂഷകൾ ഓരോന്നോരോ ദൈവം അങ്ങ് ഏൽപ്പിക്കും. അതൊന്നും ഷൈൽ ചെയ്യാനൊന്നും അല്ല, ദൈവം അങ്ങ് ഏൽപ്പിക്കും, നിങ്ങൾ അങ്ങ് ചെയ്യും. നിങ്ങൾ ആ ചെയ്യുന്നതിന് പോലും നിങ്ങൾക്ക് തോന്നത്തില്ല. എത്ര ഉന്നതമായ വഴികളുണ്ടെന്നറിയോ ദൈവത്തിന്റെ പക്കൽ. വിവരിക്കാൻ എനിക്ക് വാക്കുകളില്ല. കർത്താവിന്റെ സന്നദ്ധിയിൽ ഒരുവൻ സമയം ചെലവഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവന് പിന്നെ ഒന്നിന് നേരം കിട്ടും. അവൻ പിന്നെ നുണ പറയാൻ കെട്ടുകഥ പറയാൻ അങ്ങനെ കിട്ടത്തില്ല. കാരണം ദൈവത്തോട് സംസാരിക്കും. ദൈവത്തോട് സംസാരിക്കുന്നവൻ പിന്നെ മനുഷ്യനോട് അധികം സംസാരിക്കത്തില്ല. പ്രസംഗത്തെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെയാണ് E.M. ബൗൺസ് എന്ന മനുഷ്യൻ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് പ്രസംഗം ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് സംസാരിക്കലാണ്, എന്നാൽ പ്രാർത്ഥന മനുഷ്യന് വേണ്ടി ദൈവത്തോട് സംസാരിക്കണം. പുള്ളി പറയുന്നത് രണ്ടും വിലയേറിയതാണ്, പക്ഷെ ഏറ്റവും വിലയേറിയത് മനുഷ്യന് വേണ്ടി ദൈവത്തോട് സംസാരിക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ വർദ്ധിച്ചു വരണം. അത് നിങ്ങളുടെ വേരാണ്. മത്തായി 1:1 മത്തായി 1. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളമൂതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. രണ്ടാമത്തെ പേര് രഹസ്യത്തിലുള്ള കൊടുക്കലുകളാണ്. കൊടുക്കൽ, രഹസ്യ ദാനങ്ങൾ. അതിനെ രണ്ടായിട്ട് തിരിക്കാം. ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതും ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്നു. രണ്ട് കാര്യം. ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് ഒന്നാമത്തെ കാര്യം, ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്നത് രണ്ടാമത്തെ കാര്യം. ഇത് രണ്ടിനും നമ്മൾ ഒരു കരുതൽ വേണം, മാറ്റിവെക്കണം. ബുദ്ധിമുട്ടുന്ന മനുഷ്യരെ സഹായിക്കേണ്ടത് നമ്മളാണ് ചെയ്യുന്നത്. അതെങ്ങനെയാ പാസ്റ്റർ? അത് ദൈവത്തോട് ചോദിക്കണം. ബുദ്ധിമുട്ടുന്ന ഒരാളെ ഈ മാസത്തിൽ എനിക്ക് സഹായിക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് വഴി തപ്പണം. കൊടുക്കാതിരിക്കാൻ എന്നാ വഴിയുണ്ടെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, കൊടുക്കാൻ എന്നാ വഴിയുണ്ടെന്ന് പിരിവിന്റെ അന്ന് പെട്ടെന്ന് മൊബൈൽ ഫോൺ വരുന്നു, എഴുന്നേറ്റ് പോകും. ഒരു ഫോൺ വന്നിട്ടല്ല, പിരിവിൽ നിന്ന് രക്ഷപ്പെടാൻ. അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. രക്ഷപ്പെടുകയല്ല, അതൊരു കഷ്ടകാലം നോക്കണം. കൊടുക്കാൻ അവസരം നോക്കിയിരിക്കണം. ചാൻസ് പിന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തിക്ക്
നാളെ ഈ അവസ്ഥയൊക്കെ മാറും. പിന്നെ നീ അവന് കൊടുക്കേണ്ട കാര്യം വരില്ല. 2, പിന്നെ കൊടുക്കാന്ന് വിചാരിക്കും നിന്റെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. നിന്റെ ആരോഗ്യം പോയെന്നിരിക്കും, നിന്റെ ജോലി പോയെന്നിരിക്കും, നിന്റെ സൗകര്യങ്ങൾ പോയെന്നിരിക്കും. ഇപ്പൊ കൊടുത്തോണം, പിന്നെ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. നിനക്ക് പറ്റിയെന്ന് വരില്ല, അവ മേടിക്കാനും കാണത്തില്ല. മനുഷ്യന്റെ അവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് തണുക്കുമ്പോഴാണ് കമ്പിളി ആവശ്യം. തണുപ്പ് മാറിക്കാർക്ക് വേണം പതക്കും. അവസരം വരുമ്പോൾ കൊടുത്തോണം. അയ്യോ കൊടുത്താ പോയെങ്കിലും കൊടുക്കണ്ട കുടിച്ചു. അവസരം കൊടുത്തവരാരും നശിച്ചിട്ടില്ല. പിടിച്ചു വെച്ച പലരും നശിച്ചു. ഒരു മനുഷ്യൻ വരണ്ട കയ്യ. ലൂക്കോസ് മാത്രമല്ല എഴുതിയിരിക്കുന്നത് വലത് കൈ വരണ്ട മനുഷ്യനാണ്. ഇടത് കൈ വരണ്ട കുഴപ്പമില്ല, വലത് കൈ വരണ്ട മനുഷ്യൻ വളരെ അർത്ഥവത്ത. അതുകൊണ്ടാണ് ലൂക്കോസ് എഴുതുന്നത്. കർത്താവിനോട് പറഞ്ഞാൽ കൈ നീട്ടാൻ അവന്റെ കൈ സൗഖ്യമായി. നമുക്ക് കൊടുക്കുന്ന മനസ്സുണ്ടാകണം. ക്രിസ്ത്യൻ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഗിരിയാണ്. വാങ്ങലല്ല, കൊടുക്കലല്ല. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന. അയ്യോ അത് വലിയൊരു പറ്റിച്ചോണ്ട് പോയാലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി വേണ്ടി പറ്റിക്കാരെ പിടിക്കുന്ന ഒരു ജോലി അത് നോക്കി നടക്കും. ഇതിനൊന്നും നമുക്ക് നേരെ എന്റെ പുറപ്പെടും. നിനക്ക് അവസരം വരുമ്പോൾ കൊടുക്കുക, ദൈവത്തോട് കണക്ക് ചോദിക്കുക. ദൈവമാർക്കും കടക്കാറാണ്. ഒരുത്തൻ പറ്റിച്ചോണ്ട് പോയി അവൻ കണക്ക് പറഞ്ഞോളൂ, ഈ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം. ഒരാളെന്നോട് ചോദിച്ചു, ഈ ദശാംശത്തെ കുറിച്ച് ഗ്രീക്കിൽ എന്നാ പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു എന്റെ ബ്രദറെ കൊടുക്കാൻ മനസ്സിലെ കൊടുക്കണ്ട, അതിനുവേണ്ടി ഇപ്പൊ ഗ്രീക്കൊന്നും പോയി വിഷയത്തില്ലേ കൊടുക്കണ്ട. രക്ഷപ്പെടാനായി ഗ്രീക്ക് പഠിക്കുന്നു, ഗുണപ്പെടാനാണ് മലയാളം പോയി. പ്രധാനപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ ഗ്രീക്ക് നോക്കണം. അപ്പോഴും തീരുമാനത്തിൽ ഗുണപ്പെടുകയല്ലേ പോക്കാണ്. ഒരിക്കലും നന്നാകാനുള്ളതെല്ലാം മലയാളത്തിലും. ഞാൻ പണ്ടൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ഒരു ആളുണ്ട്. പുള്ളിക്ക് ഈ വിഷയത്തിലാണ് പ്രശ്നം. പുതിയ നിയമത്തിൽ ദശാംശമില്ല. ഞാൻ പറഞ്ഞു വേണ്ട, അച്ഛൻ കൊടുക്കേണ്ടത് വിഷയം തീർന്നല്ലോ. പുതിയ നിയമത്തിൽ ദശാംശം ഇല്ല. പുതിയ നിയമത്തിൽ മുഴുവൻ നിർത്താവില്ല. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്ന് പറഞ്ഞാൽ ഈ ഉടുപ്പിട്ടോട്ടാണ് വിലയ്ക്ക് പിടിച്ചത്. നിങ്ങളെ മുഴുവനുമായിട്ട് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾ കർത്താവിന്റെ വകയാണ്. നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയാൻ എന്തെങ്കിലും പേരുണ്ടോ? വളരെ ആലോചിച്ചിട്ട് പറയണം. ആരോഗ്യം ദൈവം തന്നതാ, ബുദ്ധി ദൈവം തന്നതാ. ഈ നിലനിൽപ്പെന്ന് പറയുന്നത് തന്നെ കൃപയാണ്. ഇതൊരു ലക്ക മിടുക്കലും നേടാത്തതാണ്. ദൈവം ചിലപ്പോൾ നിന്നെ കഴിവൊന്നും അന്നില്ല. ഇതെല്ലാം ഒരു കരുണയാണ്, കൃപയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല. നമ്മുടെ മുഴുവൻ ദൈവത്തിന്റെ ദാനമാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് എടുത്തിട്ട് ബാക്കി ദൈവത്തിന് കൊടുത്തോളാം വകുപ്പ്. അങ്ങനെ വരുമ്പോൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഒരു ഡിപ്പാർട്ട്മെന്റ്, ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്ന വേറൊരു ബുദ്ധിമുട്ട്, ഒരു എമർജൻസി വരുന്നവരെ സഹായിക്കാൻ വേറൊന്ന്, സുവിശേഷങ്ങളിലേക്കുള്ള മിഷൻ ഫണ്ട് വേറൊന്ന്, എല്ലാം വരുന്നതിനും എല്ലാം വരും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നന്മ പ്രവൃത്തി ചെയ്തത് മിഷണറിമാരല്ലേ? അവരുടെ ജീവൻ പോലും അവർ ഈ ദൗത്യത്തിന് വേണ്ടി കൊടുത്തവരല്ലേ? നമ്മൾ മലയാളത്തിൽ ഇതെല്ലാം വാങ്ങുന്നവരായിരുന്നു, എന്നാൽ ഇനിയുള്ള കാലം നമുക്ക് കൊടുക്കുന്നവരായിരുന്നു. ഞാൻ വിചാരിച്ചത് ട്രാക്ട് എന്ന് പറയുന്ന സാധനം ഫ്രീ കിട്ടുന്നതാണ് വിചാരിച്ചത്. ട്രാക്ട് ഫ്രീ അല്ല, കാരണം നമുക്ക് ഫ്രീ അല്ലേ കിട്ടിയിട്ടുള്ളൂ. ഈ ഫ്രീ എന്ന് പറഞ്ഞ സുവിശേഷകരെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു, എവിടെ നിന്ന് ട്രാക്ട് ഫ്രീ ആയിട്ട് വരുന്നത്? മോളിൽ വീഴൂ ഇല്ല. പ്രസിൽ ചെന്ന് പ്രിന്റ് ചെയ്യണ്ടേ? പ്രസിലാരും ഫ്രീ തരുന്നില്ല. എനിക്കൊരു ട്രാക്ട് അടിക്കണം. ഞാൻ പ്രസിൽ ഫ്രീ ആയിട്ട് അടിച്ചു തരുമോ? ഫ്രീ ആയിട്ട് അടിക്കണമോ? എവിടെയാണ് അടിക്കുന്നത്? അപ്പൊ ഒരു ട്രാക്ടിന് 1,000 രൂപ. ഇപ്പൊ ഞാൻ അടിച്ചതാണ് 10,000 ട്രാക്ട്. അപ്പൊ എത്രയായി? 12,500 രൂപ.
10,000 ട്രാക്ടർ അടിച്ചു. അപ്പൊ ഇതെങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്? അപ്പൊ ഫ്രീയാന്ന് നമ്മൾ ധരിച്ചുകൊണ്ടത് എന്നാണ് അറിയോ? ആരാണ്ട് കാശ് മുടക്കി നമുക്ക് തന്നതാണ്. എന്നിട്ട് നമ്മൾ ഫ്രീയാന്ന് പോലും ചുരുക്കി കൂട്ടി കളഞ്ഞു. അതിന് കുഴപ്പമില്ല. എനിക്ക് ഓരോ വീട്ടുകാർ 10,000 വെച്ച് അടിച്ചു. പണ്ട് മേടിച്ച് കളഞ്ഞില്ല. എന്റെ പിഴ വെട്ടു, അത് വെട്ടു. നാട്ടിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ഉപദേശി 10,000 ട്രാക്ടർ അടിച്ച് കൊടുത്തേച്ച് പോയി. 50,000 ആയാലും കുഴപ്പമില്ല, ചെലവായി പോകും. ബൈബിൾ എങ്ങനെ എത്ര വിലക്കുറവ് കിട്ടുന്നത്? ഈ വലുപ്പമുള്ള വേറൊരു ബുക്ക് മാർക്കറ്റിൽ ചെന്ന് മേടിച്ചാൽ 500 രൂപ കൊടുക്കണം. ഇത് 100 രൂപയ്ക്ക് കിട്ടുന്ന എങ്ങനെ? അത് ഫ്രീ അല്ലേ? എവിടുന്ന് ഫ്രീ? ആരോ മിഷണറിക്കാർ പൈസ കൊടുക്കുക, ബാക്കി പൈസ ഞങ്ങൾ തന്നേക്കാമെന്ന് പറയുക. അല്ലാതെ എങ്ങനെ ബൈബിൾ എഴുതുന്നത്? ഒരു കാര്യം ചെയ്യേ, 100 ബൈബിൾ മേടിച്ചു കൂടാ. കൊടുക്കുന്ന മനസ്സ് നിനക്ക് കിട്ടിയാതെ രക്ഷപ്പെട്ടു. അത് കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ചു. ഒരിക്കൽ നശിക്കുകയില്ല, ഒരിക്കൽ നശിക്കുകയില്ല, ദരിദ്രരാകത്തില്ല. എന്നാൽ അതിനകത്തൊരു മർമ്മമുള്ളത്, പബ്ലിസിറ്റി വേണ്ട. കൊടുക്കുന്നതിന് വലിയ പബ്ലിസിറ്റി. അങ്ങനെ പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ അതിന് വെറുതെ വീട്ടിൽ പോയി, എന്താ വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് കിട്ടി, ഇനി അവിടെ വെച്ച് കിട്ടുകയല്ലോ. അപ്പൊ തയ്യൽ മെഷീൻ കൊടുക്കുന്നതായിട്ടുള്ള ഫോട്ടോ അല്ല, അത് പറഞ്ഞാൽ ഇത് നോക്കാം. അത് കൂടാതെ ഇതെല്ലാം ചെയ്താൽ സ്വർഗത്തിൽ കിട്ടും. ഇത് ഇവിടെ നമ്മൾ പൊതുവിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പരസ്യമായിട്ട് ചെയ്യേണ്ടി വരും, അതിനെ ഞാൻ വിമർശിക്കുന്നില്ല. പക്ഷെ നമ്മുടെ മനസ്സിനകത്തോട്ടൊരു ചോദ്യം ചോദിക്കണം, നിനക്കിത് പബ്ലിക്കാക്കുന്ന ഇഷ്ടമാണോ? അത് മാത്രം ചോദിച്ചാൽ മതി, വേറെ ഒന്നും അറിയണ്ട. ഇതിങ്ങനെ വലിയ പബ്ലിസിറ്റി കൊടുക്കുന്ന ഇഷ്ടമാണോ? അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊള്ളുക. നീ കൊടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം കാണുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് കൊടുക്കുക. ദൈവത്തിന് കൊടുക്കുന്നു, മനുഷ്യന് കൊടുക്കുന്നതായിട്ടുള്ള വ്യത്യാസം. മനുഷ്യന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് കൊടുക്കും, മനുഷ്യൻ താഴെ. ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ താഴെ നിന്ന് മുകളിൽ കൊടുക്കും. ദൈവത്തിന് കൊടുക്കുന്ന പോലെ വേണം കൊടുക്കാൻ. ഞാൻ താഴെയും ദൈവം മുകളിലുമാണ്. അവൻ വലിയവനാണെന്ന് ചിന്തിച്ചുകൊണ്ട് കൊടുക്കുക. മനുഷ്യന് കൊടുക്കുന്ന പോലെ കൊടുത്താൽ പാവപ്പെട്ടവൻ കൊടുക്കുന്ന പോലെ കൊടുക്കുക. ഒരിക്കലും പാടില്ല. നീ കൊടുക്കുന്ന ദൈവത്തിന് റെസ്പെക്റ്റോടെ ദാവീദ് ദൈവത്തോട് പറയാ, ഞങ്ങൾ ഇതൊക്കെ തരാൻ ഞങ്ങൾ ആരാ? നീ തന്നതല്ലാതെ ഞങ്ങൾക്ക് ഒരു ഉണ്ടോ? ഈ ഒരു വിനയത്തോടുകൂടി വേണം കൊടുക്കാൻ. ഇത് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വേണം കൊടുക്കാൻ. ഒരുപാട് അതിനെ കുറിച്ച് പറയാനുണ്ട്. മൂന്നാമത്തെ കാര്യം വിശുദ്ധി. വിശുദ്ധി. 1 പ്രാർത്ഥന, 2 ഗിവിങ്സ് അഥവാ കൊടുക്കൽ, 3 വിശുദ്ധി. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം. ദാനിയേലിന് അവൻ ബേൽശസ്സർ എന്നും ഹനന്യാവിന് ശദ്രക്കെന്നും മീശായേലിന് മേശക്കെന്നും അസര്യാവിന് അബേദ്നെഗോ എന്നും പേര് വിളിച്ചു. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. രഹസ്യത്തിൽ അദ്ദേഹം ഒരു തീരുമാനമുള്ളവരാണ്. എന്റെ വിശുദ്ധ ജീവിതത്തിന് ഞാൻ കേട് വരുത്തുകയില്ല. ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൃദയത്തിൽ നിശ്ചയിച്ചു, പുറമെ പറഞ്ഞില്ല. പുറമെ പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? പുറമെ പറഞ്ഞത്, എനിക്ക് ഈ ഫുഡൊന്ന് മാറ്റിത്തരാൻ സഹായിക്കണം. ഞാനിങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞില്ല. അത് പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ അവിടെ നേടത്തുമില്ല. ബുദ്ധിയോടെ അയാളോട് പറഞ്ഞ, ഓഫീസറോട് പറഞ്ഞ, ഫുഡിന്റെ ചുമതല വഹിക്കുന്ന ഞങ്ങളോട് ചെന്ന് സ്നേഹത്തിൽ സംസാരിച്ചു, സാറേ ഞങ്ങള് പ്യുവർ വെജിറ്റേറിയനാണ്, പ്ലീസ് ഹെൽപ്പ് ചെയ്യണം. പുള്ളി പറഞ്ഞ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളുടെ ഫുഡിന് ഞാൻ മാറ്റം വരുത്തിയാൽ എന്റെ തല പോവും, ജോലി പോവില്ല, തല പോവും. അപ്പം ദാനിയേൽ ചോദിച്ചാൽ എന്താ പ്രശ്നം? നിങ്ങളുടെ വെയിറ്റ് പരിശോധിക്കും.
ഏറ്റവും കൂടിയ ഫുഡായിട്ട് പാലസാണ്. അത് കാര്യം പറഞ്ഞു അത്രയുള്ള പ്രശ്നം. വെജിറ്റേറിയൻ ഞങ്ങൾ ഒരു 10 ദിവസം വെജിറ്റേറിയൻ തന്നു നോക്കാം, തൂക്കി നോക്കിക്കും. 10 ദിവസം കഴിഞ്ഞ് തൂക്കം കൂടിയിട്ടില്ലെങ്കിൽ ഞാൻ വിട്ടേക്കാം. അത് റിസ്ക് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഭയങ്കര കാര്യമല്ലേ. ദൈവത്തെ ആശ്രയിച്ചപ്പോൾ പറഞ്ഞു 10 ദിവസം ഈ വെജിറ്റേറിയൻ കഴിച്ചു. മറ്റേ പാർട്ടികളൊക്കെ വെയിറ്റ് കൂടി. വെയിറ്റ് മാത്രമല്ല, കളറ് കൂടി, സ്മാർട്ടായി. വർത്താനം പറഞ്ഞപ്പോൾ ഇവരെല്ലാം ഭയങ്കര ഇന്റലിജന്റ് ആണെന്ന് തോന്നി. സ്വന്തം എനിക്ക് ആ ഭാവം പഠിച്ചപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. ഇത് എന്തൊരു മർമ്മമാണ്. ദൈവത്തിലുള്ള ആശ്രയമാണ് അവരുടെ ബുദ്ധിയെ മാറ്റി. അവർക്ക് നല്ല അറിവ് കൊടുത്തു, നല്ല കളർ കൊടുത്തു, അവർക്ക് നല്ല ജോലി കിട്ടി, അവരെ അംഗീകരിച്ചു. എന്താ കാര്യം? വിശുദ്ധിക്ക് വേണ്ടി നാട് കൊടുത്ത് നടുവേ കൂടാതെ, ആളുകൾ പറയുന്ന പോലെ പോകാതെ എനിക്കൊരു പ്രമാണമുണ്ടെന്ന് പറഞ്ഞ് ഉറച്ചു നിന്നും എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവം അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. അവരുടെ നടുവിൽ ദൈവനെ ആദരിച്ചു. അപ്പൊ ദൈവത്തിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റും. വിശ്വസിക്കുക, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുക, തോറ്റുപോകുകയില്ല. ദൈവം നിന്നെ ഉയർത്തും. ദാനിയേൽ കോംപ്രമൈസിന് തയ്യാറായില്ല, വിശുദ്ധിക്ക് വേണ്ടി നിന്നു. എന്നാൽ രാജാവിന് ഭോജനം കൊണ്ടും താൻ പിടിക്കുന്ന വീട്ടിൽ കൊണ്ടും തന്റെ മനസ്സിലാക്കിയില്ല. ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അന്യനാട്ടിൽ അന്യരുടെ ഇടയിൽ ഒരശുദ്ധി സംഭവിക്കാനുള്ള സാധ്യത വന്നപ്പോൾ അത് 100% അതിനെ എതിർത്ത് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ ഈ മനുഷ്യർ തീരുമാനിച്ചു. കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, സാഹചര്യം അനുസരിച്ച് മാറി മാറി പോകുന്നവരല്ല ദൈവമക്കൾ. വേർപാടിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ഹൃദയത്തിന്റെ ആഴത്തിൽ ഒരു തീരുമാനമുണ്ടായി. രഹസ്യത്തിൽ അവർക്കൊരു വിശുദ്ധ തീരുമാനം. ജോസഫ് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നത്. വിശുദ്ധ ജീവിതം വിലയുള്ളതാണ്. ധാർമ്മിക മൂല്യങ്ങളെയൊക്കെ കാറ്റി പറത്തി എന്ത് വൃത്തികേടും ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളെ ഈ കാലത്ത് സുലഭമാണ്. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതെല്ലാം വേരാണ്, ഇതെല്ലാം രഹസ്യത്തിലുള്ള കാര്യങ്ങൾ. അതൊന്നും പുറമെ കാണിക്കുന്ന ജാടയല്ല. 4ാമത്തെ കാര്യം വചനധ്യാനം. 119 സങ്കീർത്തനം 147 വാക്യം. ഞാൻ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? രാത്രിയിൽ ഒന്നിലധികം പ്രാവശ്യം അദ്ദേഹം വചനം ധ്യാനിക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ. അപ്പോൾ അദ്ദേഹം ഈ പരസ്യമായി വേദോസം വായിക്കുന്ന കാര്യമല്ല, രഹസ്യത്തിൽ വചനധ്യാനമുള്ളവരായിട്ട്. വേരാണത്, വേര്. വചനത്തോടുള്ള ആ ഹൃദയബന്ധം, അത് തന്നെയാണ് 1-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ. ഇപ്പൊ മനുഷ്യരെ കാണിക്കുന്ന കാര്യമല്ല അത് അവന്റെ പേഴ്സണൽ ലൈഫിലെ കാര്യമാണ്. അതവന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ കാര്യമാണ്. വേറൊരാളെ കാണിക്കാനുമല്ല, അത് പബ്ലിസിറ്റിയും ഇല്ല. അതിന് രാപ്പകൽ വചനം ധ്യാനിക്കുക. അപ്പോ മെഡിറ്റേഷൻ, വചനധ്യാനം അദ്ദേഹത്തിന്റെ പേരായി. അവൻ ആർക്കറിയത്ത് നട്ടിരിക്കുന്നത് തക്കാലത്ത് ഫലം കഴിക്കുന്ന ഇലോടാത്മമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്തു നോക്കി അവന്റെ പേരാണ് വചനധ്യാനം. അവന്റെ പേരാണ്. വിതയ്ക്കുമ്പോൾ ചിലത് പാറസ്ഥലത്ത്, ഏറെ മണ്ണില്ലാത്തത്. മണ്ണിന് താഴ്ചയില്ലായതുകൊണ്ട് ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാളെ ചൂട് തട്ടി, വേരില്ലായാൽ അത് ഉണങ്ങിപ്പോയി. ആ സ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ
ഒരുത്തൻ വചനം കേട്ടിട്ട് സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു എങ്കിലും വേരില്ലാത്തതിനാൽ അവൻ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ ഉണ്ടാകുമ്പോൾ അവൻ ക്ഷണത്തിൽ ഉണങ്ങിപ്പോകുന്നു, ഇടറിപ്പോകുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രതികൂലത്തിൽ അവർ പതറിപ്പോകുന്നു. രണ്ടാമത്തെ സാധ്യത, വചനം പ്രമാണിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്ന ഭക്തന്മാർക്ക് ഉപദ്രവങ്ങളുണ്ട്. നീതി നിമിത്ത ഉപദ്രവം, എന്റെ നിമിത്ത ഉപദ്രവം, വചന നിമിത്ത ഉപദ്രവം. കുഴപ്പം കാണിച്ചിട്ട് ഉപദ്രവം വരുന്ന കാര്യമല്ല. നീതി നിമിത്തം, സത്യനിമിത്തം, വിശ്വാസം നിമിത്തം, വചന നിമിത്തം, ഉപദേശ നിമിത്തം പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. മറക്കണ്ട, ഇത് ഉണ്ടെന്ന് കർത്താവാണ്. എന്നാൽ ഇതിന്റെ മുമ്പിൽ പതറാതെ, വാടാതെ, ഉണങ്ങാതെ നിൽക്കുന്നത് ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. അവൻ വേരുള്ളവനാണ്, അവൻ ഉണങ്ങിപ്പോയില്ല. കണ്ണുകളടച്ച് കർത്താവിനോട് സംസാരിക്കുക. കർത്താവെ, പ്രതികൂലങ്ങളിൽ പതറാതെ നിൽക്കാൻ വേരുള്ളൊരു ക്രിസ്തീയ ജീവിതത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പൗലോസിനെ പോലെ നമുക്ക് പറയാനിടയാകട്ടെ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.